മുഖ്യമന്ത്രിയുടെ അഡ്വൈസറായിട്ട് PA ആയിട്ട് PS ആയിട്ട് ആരെ നിശ്ചയിക്കുന്നത് ആ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും അധികാരമാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇന്ത്യ ഒരു മതനിരപേക്ഷത രാഷ്ട്രമാണ്, ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ ഏത് സർക്കാരും പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഇത് പാർട്ടിയുടെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. പുതിയ സർക്കാർ വന്നതിന് ശേഷം കേരളയിൽ പോലുള്ള പദ്ധതി ഞാനത് ഇന്നലെ പറഞ്ഞു, ദയവ് ചെയ്ത് ആ വിഴിഞ്ഞം പോർട്ട് ഉപേക്ഷിക്കരുത്, ആ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിക്കരുത്, ആ വയനാട് തുരങ്കം ഉപേക്ഷിക്കരുത്, നാഷണൽ ഹൈവേ 66 ഉപേക്ഷിക്കരുത്. അതാ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു ഗവൺമെൻറ്റിന് പല അധികാരമുണ്ട്, ഉപേക്ഷിക്കരുത്. ഒരു ഗവൺമെൻറ്റിന് പല അധികാരമുണ്ട്. അവർ നിലപാട് സ്വീകരിക്കുന്നു, ജനം വിധി എഴുതട്ടെ, ജനം തീരുമാനിക്കട്ടെ, ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് നിയമിച്ചു. ബംഗാളിലും ഇതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറിയായിട്ട് നിയമിച്ചത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അവർ പല കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഒരു ജനാധിപത്യ രീതിയിലല്ല, RSSൻ്റെ അജണ്ട നടപ്പിലാക്കുന്ന രീതിയാണ്. അതൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ രാജ്യത്തുണ്ടാക്കും. അതുകൊണ്ട് അത് ഓരോ പാർട്ടിക്കും അതിന് അവകാശമില്ല എന്ന് ചോദിച്ചാൽ അവർക്കതിന് അധികാരമുണ്ട്. മുഖ്യമന്ത്രിയുടെ അഡ്വൈസറായിട്ട് PA ആയിട്ട് PS ആയിട്ട് ആരെ നിശ്ചയിക്കുന്നത് ആ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും അധികാരമാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇന്ത്യ ഒരു മതനിരപേക്ഷത രാഷ്ട്രമാണ്, ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ ഏത് സർക്കാരും പ്രവർത്തിക്കാൻ പാടുള്ളൂ.